നമുക്ക് അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന അരവണ പായസം ഉണ്ടാക്കാം. നല്ല കറുത്ത പായസമില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുണ്ടാക്കാം. അതിന് ഞാൻ എടുത്തിരിക്കുന്ന 1 കപ്പ് ഉണക്കലരിയാണ്. അതിനെ നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒരു 1/4 വേവാക്കി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടാകുമ്പം ഈ വേവിച്ച് വെച്ച അരി അതിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റുക. ഇത് നെയ്യ് ഇത്തിരി കൂടുതൽ വേണം ഈ പായസത്തിന്. അതുകൊണ്ട് തന്നെ നെയ്ക്കകത്ത് കിടന്ന് ഈ അരി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് അരിയൊക്കെ ഒന്ന് വഴന്ന് കഴിയുമ്പം അതിലേക്ക് 1 കപ്പ് ശർക്കര ഉരുക്കി പാനിയാക്കി വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളത്തിൽ ഉരുക്കി. ഒത്തിരി ആയാൽ പിന്നെ അത് തിളച്ച് വറ്റി വരാൻ കുറേ സമയമെടുക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ. ഇനിയും ശർക്കര പൊടി ഉണ്ടെങ്കിൽ അത് നേരിട്ട് ചേർത്താലും മതി. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം വല്ലതും ഒഴിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ശർക്കര പാനിയാണ്, ഉരുക്കി അരിച്ച് വെച്ചേക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ ശർക്കരയിൽ കിടന്ന് ഈ അരി ഒന്ന് വഴന്ന് വരണം. ശരിക്കും വഴറ്റിയെടുക്കണം. അരിക്കകത്തോട്ടൊക്കെ ശർക്കര ഇറങ്ങി നല്ല കുറുകി നല്ല ഒരു വരണ്ട പരുവാകണം. അപ്പോൾ അതുവരെ നമ്മൾ കുറഞ്ഞ തീയിൽ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ദേ ശർക്കരയിലെ വെള്ളമൊക്കെ വറ്റി അതൊന്ന് വരണ്ട് കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ചേർത്തിരിക്കുന്നത് ഞാലിപ്പൂവൻ പഴമാണ്. പഴവും കൂടെ മുറിച്ചിട്ട് കൊടുക്കാം. അമ്പലത്തിലെ പായസത്തിലിങ്ങനെ പഴം കിടക്കുമല്ലോ. പഴവും കറുത്ത മുന്തിരിയും കൽക്കണ്ടവും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പഴവും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ അതിനെ വഴറ്റിയെടുക്കുക. ഈ പഴത്തിലേക്കും കൂടെ ഒക്കെ ശർക്കര ഒന്ന് പിടിച്ച് എല്ലാം കൂടെ ഒന്ന് വരണ്ട് വരണം. ഇനി അതിലേക്ക് കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കാം. കറുത്ത മുന്തിരി ഒരു 8-10 എണ്ണം ഞാൻ നേരിട്ട് ചേർത്ത് കൊടുക്കുമായിരുന്നു. ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് ഇട്ട് കൊടുക്കുക. ഏറ്റവും കുറഞ്ഞ തീയിൽ വേണം വയ്ക്കാൻ. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കുക. ശരിക്കും വരണ്ട് നല്ല കുറുകി വരും. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒത്തിരി നേരം ഇട്ടാൽ ചിലപ്പം ശർക്കര ആയതുകൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അടിവശം. അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് അങ്ങ് ഓഫ് ചെയ്യാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും 1 ടീസ്പൂൺ കൽക്കണ്ടം, ഒരല്പം പച്ചക്കർപ്പൂരം ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പച്ചക്കർപ്പൂരം ഒരു നുള്ളിലിട്ടാൽ നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദത്തിൻ്റെയൊക്കെ ഒരു മണവും ഒരു ടേസ്റ്റും ഒക്കെ വരും. നമുക്ക് തിരുപ്പതിയിലെ ലഡ്ഡുമൊക്കെ കഴിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് അതുകൊണ്ടാണ് പച്ചക്കർപ്പൂരത്തിൻ്റെ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഏറ്റവും ലാസ്റ്റിൽ മേമ്പൊടിയായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ഇടുന്നത് ഒരു തരിതരിപ്പ് കിട്ടാനും നമുക്ക് കടിക്കുമ്പോഴും കാണുമ്പോഴും ഒരു ഭംഗിയാണത്. പഞ്ചസാര മൊത്തം മധുരത്തിൻ്റെ കളിയാണ്. അതുകൊണ്ട് മധുരം പറ്റാത്തവരൊന്നും അധികം കഴിക്കണ്ട. എന്നാലും അല്പമൊക്കെ കഴിക്കാം, മനുഷ്യരല്ലേ, ഒരു കൊതിക്ക് എല്ലാം കഴിക്കണമല്ലോ. അപ്പോൾ ഇനി അത് അടുപ്പിൽ നിന്ന് മാറ്റി നമുക്കൊരു വാഴയിലയിലേക്ക് ആ ചൂടോടുകൂടി വിളമ്പി വെക്കാം. എന്നിട്ട് അതൊന്ന് മൂടിക്കെട്ടി ഒരു വാഴ നരുകൊണ്ട് കെട്ടി ഒരു 5 മിനിറ്റ് വയ്ക്കണം. ആ വാഴയിലയുടെ ഒരു മണവും കൂടെ ഇറങ്ങാൻ വേണ്ടി. ഒരു 5 മിനിറ്റ് കഴിയുമ്പം അതൊന്ന് തുറന്ന് നോക്കിയാൽ നല്ലൊരു മണവും നല്ലൊരു അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന ചൂട് പായസത്തിൻ്റെ ഒരു മണമായിരിക്കും. നല്ല അപ്പം തന്നെ കോരി കഴിക്കാൻ തോന്നി. എത്ര മധുരം പറ്റാത്തവർ ആരായാലും ഇത് കഴിച്ചു പോകും. കണ്ടില്ലേ, കണ്ടാൽ തന്നെ നമുക്ക് കൊതി വരും. അത്ര നല്ലൊരു പായസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഉണക്കലരി വീട്ടിലില്ലെങ്കിൽ മട്ടയരി കൊണ്ട് ഉണ്ടാക്കി നോക്കിയാലും മതി. കുറച്ച് നേരം കൂടുതൽ എടുക്കും വേവാനെന്നേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ നമുക്ക് വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ്.